അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു അല്ലെ. നമ്മൾ പേരും വിളിച്ചു. 1s + 1s ഏതൊക്കെയാണ് ഉണ്ടാകുന്നത്? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s. പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിച്ചു വിച്ച് ആർ ദി മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി കോമ്പിനേഷൻ ഓഫ് 2s ഓർബിറ്റൽസ്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? 2s + 2s ഗീവ്സ് സിഗ്മ 2s ആൻഡ് സിഗ്മ സ്റ്റാർ 2s. ഓക്കെ. ഇനി 2p ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്താൽ എത്ര മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകും? ഷുവറായിട്ട് 6 എണ്ണം ഉണ്ടാകും. ഏതെല്ലാം? 2pxും 2pxും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ π2pxും π സ്റ്റാർ 2pxും, 2py 2py π 2py π സ്റ്റാർ 2py, 2pz 2pz π 2pz അല്ല സിഗ്മ 2pz സിഗ്മ സ്റ്റാർ 2pz. അപ്പൊ എന്തുകൊണ്ട് ചിലത് സിഗ്മയായി? സിഗ്മയാകുന്ന മോളിക്യൂളുകളിൽ അല്ല സിഗ്മയാകുന്ന ഓർബിറ്റലുകളിൽ ആക്ച്വലി അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നത് അലോങ് ദി ആക്സിസ് ആണ്, ഓർ ഹെഡ് ടു ഹെഡ് ആണ്. ഓക്കെ. ഏതിലാണ് പിന്നെ ഏതൊക്കെ ഓർബിറ്റലുകളിലാണോ സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പിംഗ് സംഭവിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽസ് പൈ ഓർബിറ്റൽസ് ആയിരിക്കും. അപ്പൊ നമ്മൾ നെക്സ്റ്റിന് പറയാൻ വേണ്ടി പോകുന്നത്, അപ്പൊ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി, ഈ പറയപ്പെട്ട മോളിക്കുലാർ ഓർബിറ്റലുകളിൽ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്നവരാണ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ഓക്കെ. ഈ ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റലുകളിൽ സ്റ്റാർ ഉള്ളവയാണ് ഏത്? സ്റ്റാർ ഇല്ലാത്തവരാണ് BMOs. ഓക്കെ. സ്റ്റാർ ഉള്ളവരാണ് ABMOs. ഓർമ്മിക്കുക, ഈ ഉണ്ടാകുന്ന BMOസിന് BMOസിന് AOസിനേക്കാൾ എനർജി കുറവാണ്. ഓക്കെ. MOസിൽപ്പെട്ട ABMOസിന് AOസിനേക്കാൾ എനർജി കൂടുതലാണ്. ഓക്കെ. ഇനി മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ ഏറ്റവും അവസാനത്തെ പോസ്റ്റുലേറ്റ് ആണ്, ഇൻ മോളിക്കുലാർ ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് അക്കോർഡിംഗ് ടു 3 റൂൾസ്. ഏതൊക്കെയാണ്? ഓഫ്-ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആൻഡ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ തന്നെ മനസ്സിലാക്കണം, എല്ലാ ഓർബിറ്റലുകളിലും അറ്റോമിക് ഓർബിറ്റലുകളിൽ 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്ന പോലെ തന്നെ മോളിക്കുലാർ ഓർബിറ്റലുകളിലും മാക്സിമം 2 ഇലക്ട്രോൺസ് മാത്രമേ ഓക്യുപ്പൈ ചെയ്യത്തുള്ളൂ. ഇനി ഓഫ്-ബോ പ്രിൻസിപ്പിൾ പ്രകാരമാണ് അവിടെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഫില്ല് ചെയ്യപ്പെടണമെങ്കിൽ അറ്റോമിക് ഓർബിറ്റൽസിനെ പോലെ തന്നെ മോളിക്കുലാർ ഓർബിറ്റൽസിനും എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ടാവണം അല്ലെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ മോളിക്കുലാർ ഓർബിറ്റൽസ്, നമ്മൾ ഇതുവരെ പറഞ്ഞ മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ആ ഓർഡറാണ്. അതറിഞ്ഞാൽ മാത്രമേ മോളിക്യൂളുകളിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്ന വിധം നമുക്ക് അറിയത്തുള്ളൂ. ഓക്കെ കുഞ്ഞോളിനെ ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ ഇവിടെ 2 ഓർഡറുകളാണുള്ളത്. സിമ്പിൾ മോളിക്യൂൾസിന് ഒരു ഓർഡറും ഹെവിയർ ആയിട്ടുള്ള മോളിക്യൂൾസിന് വേറൊരു ഓർഡറും. ഓക്കെ. അപ്പോ മാഷ് അവിടെ 2 ഓർഡറുകൾ കാണിക്കാൻ വേണ്ടി പോവാണ്. For simple molecules means lighter molecules. Okay, molecules like okay കേൾക്കണം, H2, okay, Li2, Li2, okay, He2, Be2, B2, C2, N2, ഇതെല്ലാം ഡയാറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ വരും, He2 എന്നൊക്കെ പറയുന്ന മോളിക്യൂൾസ് ഉണ്ടോ, Li2 എന്ന് പറയുന്ന മോളിക്യൂൾസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യാം. ഓക്കെ. ഇങ്ങനെ 2 ലൈറ്റർ ആയിട്ടുള്ള ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ലൈറ്റർ എന്ന് പറയുന്നില്ല, ലൈറ്റ് ആയിട്ടുള്ള ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് സിമ്പിൾ മോളിക്യൂൾസ് ഉണ്ടാകുമ്പോൾ അവിടെ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഫില്ല് ചെയ്യപ്പെടുന്ന ഓർഡർ എന്താണോ അതല്ല ഹെവിയർ ആയിട്ടുള്ളത്. ഹെവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നൈട്രജന് മുകളിലുള്ളതെല്ലാം ഹെവിയർ ആയിട്ടാണ്. ദാറ്റ് മീൻസ് O2, F2, Ne2. അപ്പൊ രണ്ടിനും വേറെ വേറെ ഓർഡറാണ് നമ്മളത് പറയുന്നു കേട്ടാ. ഫോർ heavier molecules like
O2 F2 Ne2 കേൾക്കുമല്ലോ. അപ്പോ മാഷ ഓർഡർ പറയാൻ പോവാണ്, നന്നായി ശ്രദ്ധിക്കുക, ശ്രദ്ധ വിട്ടു പോവരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓർഡർ ഇങ്ങനെയാണ്: സിഗ്മ 1s, സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s. ഓക്കെ, സിഗ്മ 1s-ലാണ് ഏറ്റവും കുറവ് എനർജി, അത് കഴിഞ്ഞിട്ട് സിഗ്മ സ്റ്റാർ 1s, then സിഗ്മ 2s, then സിഗ്മ സ്റ്റാർ 2s. കേൾക്കണേ. ഇനി അടുത്തത് പൈ 2px, പൈ 2py. ഈ രണ്ടെണ്ണത്തിന് ഒരേ എനർജിയാണ്. പൈ 2px-നും പൈ 2py-ക്കും ഒരേ എനർജിയാണ്. ഒരേ എനർജിയുള്ള സെറ്റിന് പറയുന്ന പേരെന്താ? ഡീജനറേറ്റ് സെറ്റ്. അപ്പൊ മോളിക്കുലാർ ഓർബിറ്റൽസിലെ ഡീജനറേറ്റ് സെറ്റ് ആണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യപ്പെടുമ്പോൾ ഹൺസ് റൂൾ ഒബേ ചെയ്യണം. അങ്ങനെ ആദ്യം ഒന്ന് ഇവിടെ കൊടുക്കുക, പിന്നൊന്ന് ഇവിടെ കൊടുക്കുക, ബാക്കിയുണ്ടെങ്കിൽ ഇവിടെ പെയർ ചെയ്യുക, ഇനി ബാക്കിയുണ്ടെങ്കിൽ ഇവിടെ പെയർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ ശേഷം സിഗ്മ 2pz. നെക്സ്റ്റ് പൈ സ്റ്റാർ 2px-നും പൈ സ്റ്റാർ 2py-ക്കും ഒരേ എനർജി. പൈ സ്റ്റാർ 2py-ക്കും ഒരേ എനർജി. ലാസ്റ്റ് ഏറ്റവും കൂടുതൽ എനർജി സിഗ്മ സ്റ്റാർ 2pz. ഓക്കെ, അപ്പൊ ഇതാണ് ലൈറ്റർ മോളിക്യൂൾസിന്റെ ഓർഡർ. പറഞ്ഞോടാ. അപ്പോ എനർജി ഏറ്റവും കുറവുള്ളത് ഇതാണ്. ആ ഓർഡർ ആണ്, ഇതാ ഇൻക്രീസിങ് ഓർഡർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ അടുത്തത് നമ്മുടെ എന്താ പറയാ ലൈറ്റർ എലമെന്റ്സിന്റെ കേസ് പറഞ്ഞു, ഇനി ഹെവിയർ എലമെന്റ്സിന്റെ കേസ് പറയാൻ വേണ്ടി പോവാം. അപ്പൊ ഹെവിയർ എലമെന്റ്സ് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, കുഞ്ഞുങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അത് ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ട് എവിടെയാണ് വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. മാഷത് പറയാം കേട്ടോ. അപ്പോ ഹെവിയർ എലമെന്റ്സിന്റെ കേസിൽ നോക്കോ, സിമ്പിൾ സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, കേൾക്കണേ, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. ഇതുവരെ സെയിം ആണ്. 2py-യിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പ്രശ്നമല്ല, വ്യത്യാസം വരുന്നത്. സിഗ്മ 2pz ആണ് നെക്സ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം പൈ 2px, പൈ 2py, ഈ രണ്ടെണ്ണത്തിന് സെയിം എനർജി. നെക്സ്റ്റ് പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py, ഈ രണ്ടെണ്ണത്തിനും സെയിം എനർജി. ഓക്കെ, ലാസ്റ്റ് ആണ് സിഗ്മ സ്റ്റാർ 2pz. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻക്രീസിങ് ഓർഡർ. അപ്പൊ എന്താണ് വ്യത്യാസം എന്ന് കുഞ്ഞോന്ന് ശ്രദ്ധിച്ചേ. എന്താ വ്യത്യാസം? ഇതാ സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ടുള്ളതാണ്, അവിടെയാണ് വ്യത്യാസം. അതായത് പൈ ഓർബിറ്റ്, പൈയല്ല 2py ഓർബിറ്റൽസ് വരുമ്പോഴാണ് വ്യത്യാസം അല്ലെ. എന്താണ് ഇവിടെ? സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ട് ഒരു ഡീജനറേറ്റ് സെറ്റ് ആണ്. രണ്ട് ഡീജനറേറ്റ് സെറ്റുകൾക്കിടയിലാണ് സിഗ്മ 2pz. ഇവിടെ സിഗ്മ 2pz കഴിഞ്ഞിട്ടാണ് രണ്ട് ഡീജനറേറ്റ് സെറ്റ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാഷൊരു ട്രിക്ക് പറയാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, രണ്ടെണ്ണമുള്ള സെറ്റ് 1, രണ്ടെണ്ണമുള്ള സെറ്റ് 1, 2 1 2 1. ഓക്കെ, പൈ ഓർബിറ്റൽസിന്റെ സെറ്റ് ഡീജനറേറ്റ് ആണ്. സ്റ്റാർ ഇല്ലാത്തതിന്റെ ഒരു സെറ്റ്, സ്റ്റാർ ഉള്ളതിന്റെ ഒരു സെറ്റ്, അതാണ് 2. ഓക്കെ, 2pz, സിഗ്മ 2pz, സിഗ്മ സ്റ്റാർ 2pz ആണ് 1 1. അപ്പോ സിമ്പിൾ മോളിക്യൂൾസിന്റെ കേസിൽ 2 1 2 1 ആണെങ്കിൽ അത് ഇവിടെ എങ്ങനെയാണ്? 1 2 2 1. ഓക്കെ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ പോലുള്ള ഹെവിയർ മോളിക്യൂൾസിന്റെ കേസിൽ 1 2 2 1. ഓക്കെ, അപ്പൊ ഇതാണ് ഓർഡർ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാവോ? ഈ ഓർഡറിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പോവാം.
ഈ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഓർഡർ ഒരു ഗ്രാഫായിട്ട് കാണിക്കുന്നു. ഗ്രാഫായിട്ട് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും ആണ്. നമ്മൾ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റികളൊന്നും എടുക്കുന്നില്ല, വൈ ആക്സിസിൽ മാത്രമേ ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. അത് എനർജിയാണ്. അതായത് എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഈ ഓർഡറിനെ നമ്മൾ ഗ്രാഫിൽ കാണിക്കുന്നു. എന്റെ പൊന്നു പിള്ളേർ, അത് എങ്ങനെയെന്ന് നോക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. ഓക്കെ, വൈ ആക്സിസിൽ താഴെ നിന്ന് മുകളിലോട്ട്, ഓക്കെ, ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിസിൽ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറാണ് എടുക്കുന്നത്. ഓക്കെ, എനർജി മുകളിലോട്ട് ഇൻക്രീസ് ചെയ്യുന്നു. സോ വൈ ആക്സിസിൽ എനർജിയാണ് വേരിയബിൾ. ഓക്കെ, അപ്പൊ ഏറ്റവും എനർജി കുറവുള്ളത് താഴെ കാണിക്കണം, എനർജി കൂടുതലുള്ളത് മുകളിൽ കാണിക്കണം. ഓക്കെ, അത് എങ്ങനെയാണ് ഞാൻ ഈ വരക്കുന്നത് ഇങ്ങനെ നോക്കോ. ഓക്കെ, ഈ ഗ്രാഫില് അറ്റോമിക് ഓർബിറ്റൽസിനെയും ഈ ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽസിനെയും രണ്ടെണ്ണത്തിനെയും കാണിക്കുന്നു. ഓക്കെ, അറ്റോമിക് ഓർബിറ്റൽസിനെയും കാണിക്കുന്നു, മോളിക്കുലാർ ഓർബിറ്റൽസിനെയും കാണിക്കുന്നു. എങ്ങനെ അറിയോ? അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടല്ലേ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവുന്നത്. അപ്പൊ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസിനെ ആദ്യം കാണിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കറിയാം വണ്ണസും കമ്പൈൻ ചെയ്തിട്ടാണ് ഏതെല്ലാം ഉണ്ടാകുന്നത്? സിഗ്മ വണ്ണസും സിഗ്മ സ്റ്റാർ വണ്ണസും. ഓക്കെ, അപ്പോ അറ്റോമിക് ഓർബിറ്റലുകളിൽ വണ്ണസിന് ആണ് ഏറ്റവും എനർജി കുറവ്, നെക്സ്റ്റ് 2sന് അല്ലെ, നെക്സ്റ്റ് മനസ്സിലാവുന്നുണ്ടാ, പിന്നെ 2p അല്ലെ. അപ്പോ ഏറ്റവും എനർജി കുറവുള്ള വണ്ണസ് ഓർബിറ്റൽ ഇത് ഒരാറ്റത്തിന്റെ. മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാകണമെങ്കിൽ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യണോടാ കുഞ്ഞോളെ. അപ്പൊ വണ്ണസും കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പറയപ്പെട്ട രണ്ടെണ്ണം ഉണ്ടാകുന്നത്. ഓക്കെ, 2sഉം കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പറയപ്പെട്ട രണ്ടെണ്ണം ഉണ്ടാകുന്നത്. 2px 2py 2pz കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പറയപ്പെട്ട 6 ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് കൂടി മാഷ് ഇവിടെ കാണിക്കുകയാണ്. നോക്കോ, ഇതാണ് വണ്ണസ് ഓർബിറ്റൽ, ഒരാറ്റത്തിന്റെ വണ്ണസ് ഓർബിറ്റൽ. ഓക്കെ, ഇത് രണ്ടാമത്തെ ആറ്റത്തിന്റെ വണ്ണസ് ഓർബിറ്റൽ. രണ്ടിനും ഒരേ എനർജി ആയിരിക്കുമല്ലോ അല്ലെ. ഇത് ഒന്നാമത്തെ ആറ്റത്തിന്റെ വണ്ണസ് ഓർബിറ്റൽ, ഇത് രണ്ടാമത്തെ ആറ്റത്തിന്റെ വണ്ണസ് ഓർബിറ്റൽ, രണ്ടിനും ഒരേ എനർജി. ഓക്കെ, ഇനി ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. ഈ രണ്ടെണ്ണം പരസ്പരം കമ്പൈൻ ചെയ്താൽ രണ്ട് ഓർബിറ്റലുകൾ ഉണ്ടാവും, സിഗ്മ വണ്ണസും സിഗ്മ സ്റ്റാർ വണ്ണസും. അതിൽ സിഗ്മ വണ്ണസിനേക്കാൾ എനർജി കുറവാണ്, അത് BMO ആണ്. സിഗ്മ സ്റ്റാർ വണ്ണസിന് ഇതിനേക്കാൾ എനർജി കൂടുതലാണ്. അപ്പൊ എനർജി കുറവുള്ള സിഗ്മ വണ്ണസിനേക്കാൾ എനർജി കുറവുള്ള സിഗ്മ വണ്ണസ് താഴെ, വണ്ണസിനേക്കാൾ എനർജി കൂടുതലുള്ള സിഗ്മ സ്റ്റാർ വണ്ണസ്. ഓക്കെ, ഇതാ വണ്ണസും കമ്പൈൻ ചെയ്തിട്ട് സിഗ്മ വണ്ണസ് ഉണ്ടായി. അതേ വണ്ണസും കമ്പൈൻ ചെയ്തിട്ടുണ്ടായ സിഗ്മ സ്റ്റാർ വണ്ണസ്. ഓക്കെ, അപ്പൊ ഇത് BMO, ഇത് ABMO. സിഗ്മ വണ്ണസ് സിഗ്മ സ്റ്റാർ വണ്ണസ്. ഓക്കെ, നെക്സ്റ്റ് അത് കഴിഞ്ഞ ശേഷം 2s, വണ്ണസിനേക്കാൾ എനർജി കൂടുതലാണ് 2sന്. ഇതാ 2s, ഇത് രണ്ടാമത്തെ ആറ്റത്തിന്റെ 2s. ഓക്കെ, ഈ ആറ്റത്തിന്റെ 2sഉം കമ്പൈൻ ചെയ്താൽ സിഗ്മ 2sഉം സിഗ്മ സ്റ്റാർ 2sഉം ഉണ്ടാവും. സിഗ്മ 2sന് എനർജി 2sനേക്കാൾ കുറവാണ്, സിഗ്മ സ്റ്റാർ 2sന് എനർജി 2sനേക്കാൾ കൂടുതലാണ്. ഓക്കെ, അപ്പോ ഇതാ 2sഉം കമ്പൈൻ ചെയ്തു ബൈ അഡീഷൻ, 2sഉം കമ്പൈൻ ചെയ്തു ബൈ സബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഇതെന്താണ് സിഗ്മ 2s, ഇതെന്താണ് സിഗ്മ സ്റ്റാർ 2s. ഇനി 2pyന്റെ സെറ്റ്, 2pyന്റെ അല്ല 2p ഓർബിറ്റൽസിന്റെ സെറ്റ്. സോറി, 2p ഓർബിറ്റൽസ് 3 ഉണ്ടല്ലോ കുഞ്ഞോളെ. 2px 2py 2pz, അത് ഡീജനറേറ്റ് ആണ്. അത് മുകളിൽ താഴെ ഇങ്ങനെ കാണിച്ചൂടാ. 2px 2py 2pz ഇങ്ങനെ കാണിച്ചൂടാ. കാരണം എന്താ?
ടു പിയിലുള്ള 3 ഓർബിറ്റൽസിനും ഒരേ എനർജിയാണ്. 2pxനും 2pyക്കും 2pzനും ഒരേ എനർജിയാണ്, ഡീജനറേറ്റ് സെറ്റ് ആണ്. അതേപോലെ ഇതാ രണ്ടാമത്തെ ആറ്റത്തിന്റെ 2p ഓർബിറ്റൽസിന്റെ സെറ്റ് 1 2 3. ഓക്കെ, ദിസ് ഈസ് 2px 2py 2pz. ഓക്കെ, ദിസ് ഈസ് 2px 2py 2pz. ഓക്കെ, ഇനി ആരൊക്കെ ഉണ്ടാവുന്നത്? 6 ഓർബിറ്റൽസ് ഉണ്ടാവുന്നുണ്ട്. ആ 6 എണ്ണത്തിൽ സ്റ്റാർ ഇല്ലാത്തതാണ് ഈ 3 സ്റ്റാർ ഇല്ലാത്ത 3 സ്റ്റാർ ഉള്ള 3. സ്റ്റാർ ഇല്ലാത്ത 3 ഈ അറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ എനർജി കുറവാണ്. സോ ഈ 3 ഇതിന്റെ താഴെ കാണിക്കണം, ബാക്കി 3 ഇതിന്റെ മുകളിൽ കാണിക്കണം. അപ്പൊ ഈ താഴെ കാണിക്കേണ്ടതിൽ ഇതിലാണ് ഏറ്റവും എനർജി കുറവ്. ഓക്കെ, അപ്പൊ 2 ഉള്ള ഒരു സെറ്റ് ഇതാ പൈ 2pxന്റെയും കാണണേ പൈ 2pxന്റെയും പൈ 2pyന്റെയും ഒരു സെറ്റ്. നെക്സ്റ്റ് ആരാണ്? സിഗ്മ 2pzന്റെ സിഗ്മ 2pz ഓർബിറ്റൽ. ഓക്കെ, ദെൻ പൈ സ്റ്റാർ 2pxന്റെയും പൈ സ്റ്റാർ 2pyന്റെയും ഒരു സെറ്റ്. ലാസ്റ്റ് സിഗ്മ സ്റ്റാർ 2pz. ഓക്കെ, അപ്പോ ഇവര് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഓർബിറ്റൽസ് ആണ് ഈ പറയപ്പെട്ടത്. ക്ലിയർ? മാഷയുടെ പേര് കൂടി ഏതാണ്? ഇതാരാണ്? പൈ 2px പൈ 2py സിഗ്മ 2pz പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py സിഗ്മ സ്റ്റാർ 2pz. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? മോളിക്കുലാർ ഓർബിറ്റലുകളാണ് നടുവിൽ കാണിക്കുന്നത്. മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ്. അത് കമ്പൈൻ ചെയ്യാൻ അത് ഉണ്ടാവാൻ കാരണക്കാരായിട്ടുള്ള കമ്പൈൻ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഈ സൈഡിലുള്ളത്. ഈ സൈഡിലുള്ളത് ഒരാറ്റത്തിൻ്റെത്, ഇത് രണ്ടാമത്തെ ആറ്റത്തിൻ്റെത്. അത് കമ്പൈൻ ചെയ്തിട്ടുള്ള മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് നടുവിലുള്ളത്. അപ്പൊ മോളിക്കുലാർ ഓർബിറ്റൽസിനെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇതിന് പറഞ്ഞ പേരാണ്, മറന്നുകൂടാ, മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം. മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം. മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം. ഓക്കെ, ഇനി ഇതേപോലെ മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം ഈ പറയപ്പെട്ട ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ മോളിക്യൂൾസ് നമുക്ക് വരക്കണ്ടേ? ഇതേതാണ്? ഇത് ലൈറ്റർ മോളിക്യൂൾസിനാണ്, ഇത് ഹെവിയർ മോളിക്യൂൾസിനാണ്. അവർക്കും നമ്മൾ ഇത് വരക്കണം. ഓക്കെ, സോ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ മുകളിലോട്ട് എനർജി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. ഇൻക്രീസിംഗ് എനർജി. ഓക്കെ, അപ്പൊ ഏറ്റവും താഴെ ഒരേപോലെ 1s combine with 1s to form sigma 1s having lower energy and sigma star 1s having higher energy. Okay, ഉടനെ കാണിക്കാൻ. ഓക്കെ, then 2s orbital combine with 2s orbital to form sigma 2sa and sigma star 2sa. Okay, easy ആയില്ലടാ, സിമ്പിൾ ആയില്ലേ? പറഞ്ഞിട്ട് പോകാനല്ലേ? ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഏതാ? 2p സെറ്റ് 2px 2py 2p. ഇനി ഇതില്ലേ ഒരു കാര്യം പറയാൻ വിട്ടു. എന്നറിയാമോ? നിങ്ങൾക്കിപ്പോ വട്ടത്തിൽ തന്നെ കാണിക്കണമെന്നൊന്നുമില്ലാതെ ഓർബിറ്റിൽ ഇത് ഇങ്ങനെ വരച്ചാലും മതി. ഇങ്ങനെ വരക്കുന്നത് കൊണ്ട് തെറ്റ്
എടുത്തിട്ടില്ല. ഓക്കെ, ഇങ്ങനെ ബോക്സ് ആയിട്ട് കാണിക്കാം. ഇതെവിടെയെങ്കിലും ഇങ്ങനെ ബോക്സ് ആയിട്ട് കാണിക്കാം. ഏതെങ്കിലും ഒന്നേ കാണിക്കാൻ പാടുള്ളൂ. വരക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഒന്നേ പാടുള്ളൂ. വട്ടം തന്നെ വേണമെന്നില്ല, സർക്കിളായിട്ട് തന്നെ കാണണമെന്നില്ല. ഏതാണ് സൗകര്യം അങ്ങനെ വരക്കാം. ഓക്കെ, അപ്പൊ ഇത് 2px 2py 2pz. ഇതേപോലെ 2px 2py 2pz. ഓക്കെ, ഇനി ആ ഓർഡർ, അവിടെയുള്ള ഓർഡർ എന്താണ്? 2 1 2 1. ഇവിടെ എന്താണ്? 1 2 2 1. അപ്പൊ സിഗ്മ 2pz താഴെ. ഓക്കെ, ദെൻ പൈ 2px ന്റെയും പൈ 2py ന്റെയും ഡീജനറേറ്റ് സെറ്റ്. പൈ 2px പൈ 2py. ഓക്കെ, ദെൻ ടോപ്പില് മുകളില് പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py, പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py. ഏറ്റവും ടോപ്പില് സിഗ്മ സ്റ്റാർ 2pz. സിഗ്മ സ്റ്റാർ 2pz. ഓക്കെ, ഇതാണ് നമ്മുടെ ഓർഡർ. ഇപ്പോ എലമെന്റുകളുടെ ഓരോ എലമെന്റുകളുടെയും മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം എങ്ങനെ വരക്കാം എന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ ഓരോന്ന് എക്സാമ്പിൾ എടുത്തിട്ട്, ഇപ്പൊ ഇവിടെ നിന്ന് ഇതിലൊന്നും ഇലക്ട്രോൺ ഫില്ല് ചെയ്തത് മാഷ് കാണിച്ചു തന്നിട്ടില്ല. ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടേണ്ട ഓർഡർ മാത്രമേ, എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ മാത്രമേ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഈ പറയപ്പെട്ട ഓർബിറ്റലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഓരോ എക്സാമ്പിളുകളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതിയാണ് Li2 He2 ഇതെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഇല്ലേ? എങ്ങനെ മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്നു ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ മാഷ് പറയുന്നതാണ്. ഓക്കെ.